Welcome to Shida's Talk. Hello everyone. Today I'm going to discuss with you Class 7 English Onam Exam Model Questions and Answers. നമ്മൾ ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ വരുന്ന ഓണം എക്സാമിനുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഏത് പാഠഭാഗത്തുള്ളത്? എ റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പോൾ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഈ പാഠത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ ഡിയാസ്, നമുക്ക് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തു നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഏതൊക്കെ രീതിയിൽ ഈ ഒരു പാഠഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, ആ ക്വസ്റ്റ്യൻ്റെ എല്ലാ മോഡലും ആൻസേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഈ ലെസണിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉറപ്പായിട്ടും കിട്ടും. ഒരു പക്ഷേ ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ വന്നേക്കാം, അല്ല എങ്കിൽ ഇതുമായിട്ട് സാമ്യമുള്ള ക്വസ്റ്റ്യൻ തന്നെ വരും. ഇതിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അധികം താമസിയാതെ തന്നെ ഈ ഭാഗത്തുള്ള മറ്റുള്ള പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതും ഇതേപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റോറി സീക്വൻസിങ്. നോർമലി നിങ്ങൾ കാണാറുണ്ടാവും, ജംബിൾഡ് ഓർഡറിൽ സ്റ്റോറി തന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവരണം. അതേപോലെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ജംബിൾഡ് ഓർഡറിൽ നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തുള്ള ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. റിക്കി ഫോളോഡ് ദ റോബോട്ട് ആൻഡ് കോട്ട് ഇറ്റ് ഹൈഡിങ് ഹിസ് ബിലോങ്ങിങ്സ്. ദ റോബോട്ട് ക്ലീൻ ദ ഹൗസ് ആൻഡ് പിക്ക്ഡ് അപ്പ് റിക്കീസ് തിങ്സ്. Ricky learned that the robot was donating the things it thought were not needed. Ricky decided to take better care of his belongings and became a more responsible person. അപ്പോൾ ഇതിനെ നമ്മൾ ആൻസറായിട്ട് ഏത് സെൻറ്റൻസാണ് ഇതിൽ ആദ്യം വരിക? യെസ്, റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. അതിന് അടുത്ത സെൻറ്റൻസ് ഏതാണ് വരിക? റിക്കി ഫോളോഡ് ദ റോബോട്ട് ആൻഡ് കോട്ട് ഇറ്റ് ഹൈഡിങ് ഹിസ് ബിലോങ്ങിങ്സ്. The robot cleaned the house and picked up Ricky's things. Ricky learned that the robot was donating the things it thought were not needed. Ricky decided to take better care of his belongings and became a more responsible person. ഈ രീതിയിലാണ് ഈ ഒരു സ്റ്റോറി സീക്വൻസിങ് അല്ല ജംബിൾഡ് ഓർഡറിൽ തന്ന ഈ ഒരു ഇവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു രീതിയിലാണ് കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആക്ടിവിറ്റി 2 ക്യാരക്ടർ സ്കെച്ച് അല്ലേ. ഇതിൽ ഈ ഒരു പാഠഭാഗത്ത് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് എഴുതാനുണ്ടാവുക? ഉറപ്പായിട്ടും റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് എഴുതാനുണ്ടാവുക. ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാ പാഠഭാഗത്തുള്ള ഓരോ ക്യാരക്ടർ സ്കെച്ചും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാം എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എന്തൊക്കെയാണ് എഴുതുക? Ricky is one of the main character in the story A Robot with a Virus written by Pedro Pablo Sacristan. അല്ലേ, ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പം എപ്പോഴും നമ്മൾ അതിലുള്ള റൈറ്റർ ആരാണെന്നും കൂടെ എഴുതുമ്പോൾ അതൊന്നുകൂടെ ഇമ്പ്രസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? റിക്കി എന്ന് പറയുന്നത് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്ത് ആരെഴുതിയത്? നമ്മുടെ പെഡ്രോ പാബ്ലോ സാക്രിസ്തൻ എഴുതിയ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അല്ലേ. ദെൻ റിക്കി ഈസ് ആൻ 11-year-old ബോയ് ഹു ഈസ് പ്ലേഫുൾ ആൻഡ് കെയർഫ്രീ. റിക്കി എന്ന് പറയുന്നത് 11 വയസ്സുള്ള കുട്ടിയാണ്, ഒരു കാര്യം ശ്രദ്ധിക്കാത്തൊരു കുട്ടിയാണ്. ഓഫൺ ലീവിങ് ഹിസ് തിങ്സ് സ്കാറ്റേർഡ് അറൗണ്ട് ദ ഹൗസ്. പിന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എന്താണ് ചെയ്യുക? വീട്ടിൽ വലിച്ച് വാരിയിടുകയാണ് ചെയ്യുക. ഹീ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ഹാവിങ് എ ബട്ട്ലർ റോബോട്ട് അറ്റ് ഹോം അല്ലേ. അവൻ്റെ വീട്ടിലൊരു ബട്ട്ലർ റോബോട്ട് വന്നത് അവന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ബട്ട് വെൻ ഹിസ് ഫേവറേറ്റ് ഐറ്റംസ് സ്റ്റാർട്ട് ഡിസപ്പിയറിങ് ഹീ ബിക്കം സസ്പീഷ്യസ് ആൻഡ് ആംഗ്രി. പക്ഷേ ആ റോബോട്ട് വന്നതിന് ശേഷം അവൻ്റെ സാധനങ്ങളൊക്കെ
കാണാതാകാൻ തുടങ്ങിയപ്പം മുതൽ അവൻ എന്താവാൻ തുടങ്ങി, ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. പിന്നെ കൂടാതെ റോബോട്ടിനെ ഒരു സംശയത്തോടെ നോക്കാനും തുടങ്ങി അല്ലേ. ഹി ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് തിങ്സ് ആൻഡ് വാസ് ക്വിക്ക് ടു ബ്ലെയിം അതേഴ്സ് ഫോർ ഹിസ് പ്രോബ്ലംസ്. കാരണം ഇവന് നമ്മുടെ റിക്കിക്ക് ഒരു പ്രശ്നമുണ്ട്, അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ സൂക്ഷിച്ച് കൃത്യമായി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊന്നും അവന് മനസ്സിലായിട്ടില്ല. അവനപ്പം അവൻ്റെ ആ ഒരു മിസ്റ്റേക്കിന് അവൻ എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് അവൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ആ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോറി നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആ സ്റ്റോറി വലിച്ചു വാരി എഴുതൊന്നും വേണ്ട, അതിലെ കാര്യങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. Despite his initial frustration, Ricky is curious and determined, eventually discovering that the robot was only trying to clean up his mess. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ മാറിയിട്ട് റിക്കി എന്ത് മനസ്സിലാക്കി, ആ റോബോട്ട് എന്ത് ചെയ്യായിരുന്നു, തൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ റിക്കി പിന്നീട് മനസ്സിലാക്കുന്നു. ദിസ് റിയലൈസേഷൻ മേക്സ് റിക്കി ഫീൽ അഷെയിംഡ് ആൻഡ് ഹി ഡിസൈഡ് ടു ബിക്കം മോർ റെസ്പോൺസിബിൾ ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പോൾ അത് മനസ്സിലായതിന് ശേഷം റിക്കിക്ക് അവൻ്റെ ആ ഒരു സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് ഷെയിം തോന്നുകയും അവൻ എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അവൻ്റെ സാധനങ്ങളൊക്കെ ഓർഗനൈസ്ഡായിട്ട് വെക്കാനും ഒരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് മാറാനും അവൻ തീരുമാനിക്കുന്നു. ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ് ആൻഡ് എൻഷുറിങ് ഹി ഡിഡിൻ ഹാവ് മോർ ദാൻ ഹി നീഡഡ്. പിന്നെ ഒരു കാര്യം കൂടെ അവൻ ഉറപ്പിക്കുന്നു, അവൻ്റെ കയ്യിൽ ആവശ്യത്തിലധികമുള്ള സാധനങ്ങളില്ല, അവൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന രീതിയിലേക്ക് അവൻ മാറുന്നു. റിക്കീസ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഷോഡ് ദാറ്റ് ഹി ഹാഡ് മെച്യൂർഡ് ആൻഡ് ഡെവലപ്ഡ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. റിക്കിയുടെ സ്വഭാവത്തിലുള്ള ഈ ഒരു മാറ്റം നമുക്ക് എന്ത് കാണിച്ചു തരുന്നുണ്ട്, അവൻ നല്ല മെച്യൂർഡ്, നല്ല പക്വതയും അതേപോലെ ഉത്തരവാദിത്വമുള്ള ഒരു പേഴ്സണായിട്ട് മാറി എന്നുള്ള ആ ഒരു അവൻ്റെ മാറ്റം ഈ സ്റ്റോറിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്തെഴുതാം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡയറി എൻട്രി അല്ലേ. ഈ ഒരു പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഡയറി എൻട്രി എന്താണ്, റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് റിക്കി ഓൺ ദ നൈറ്റ് വെൻ ഹി സോ ദ റോബോട്ട് സ്റ്റീലിംഗ് ഹിസ് തിങ്സ്. ആ ഇവൻറ്റും കൂടെ മനസ്സിലാക്കണേ. ഇത് ആ സാധനങ്ങൾ കട്ടെടുക്കുന്നത് റിക്കി കണ്ടപ്പോൾ ആ ദിവസം റിക്കി ഡയറിയിൽ എഴുതുന്ന ഡയറിക്കുറിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, ആദ്യം നമ്മൾ ആ ഒരു ഡയറിയുടെ ഫോർമാറ്റ് മൈ ഡയറി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഡേറ്റും ഡേയും ഈ ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ടും ഡയറിയിൽ ഉണ്ടായിരിക്കണം. 18th July 2024 Thursday. ഓക്കെ. ടുനൈറ്റ് സംതിങ് റിയലി സ്ട്രേഞ്ച് ഹാപ്പൺ. ഇന്ന് രാത്രി വളരെ സ്ട്രേഞ്ചായിട്ടുള്ള ഒരു കാര്യം നടന്നു. ഐ ഫൈനലി കോട്ട് ദ റോബോട്ട് ഇൻ ആക്ഷൻ. റോബോട്ടിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ തന്നെ, റോബോട്ടിൻ്റെ കള്ളത്തരത്തിൽ ഞാൻ റോബോട്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കവിയോടെ പിടിച്ചിട്ടുണ്ട്. ഐ ഹാഡ് ബീൻ സസ്പീഷ്യസ് ഫോർ എ വൈൽ ബിക്കോസ് മൈ ഫേവറേറ്റ് ടീ-ഷർട്ട് ആൻഡ് ഫുട്ബോൾ വെയർ മിസ്സിങ് ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ സെർച്ച്ഡ് ഐ കുഡിൻ ഫൈൻഡ് ദം. ഓൾറെഡി ഇതിനെ ഒരു സംശയത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റായ ടീ-ഷർട്ട് ഫുട്ബോളൊക്കെ മിസ്സിങ് ആയപ്പോൾ. കാരണം എല്ലായിടത്തും നോക്കി എവിടുന്നും കിട്ടിയിട്ടില്ല. ആ സമയം മുതലേ ഈ റോബോട്ടിനെ ഒരു സംശയത്തോടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു ഫോളോ ദ റോബോട്ട് ക്വയറ്റ്ലി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റോബോട്ടിനെ വളരെ പതുക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. To my surprise, I saw it picking up my clothes and neatly placing them in the storeroom. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ റോബോട്ട് എന്താണ് ചെയ്തത്, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വളരെ സേഫായിട്ട് എവിടെ കൊണ്ടുവെക്കുകയാണ്, സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ദെൻ ഇറ്റ് വാസ് സോ സ്ട്രേഞ്ച്. ഇതെനിക്ക് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നുന്നു. വൈ വുഡ് എ റോബോട്ട് ടേക്ക് മൈ തിങ്സ്? എന്തിനാണ് ഒരു റോബോട്ട് എൻ്റെ സാധനങ്ങൾ എടുക്കുന്നത്? ഐ ഫീൽ ബോത്ത് സ്കയേർഡ് ആൻഡ് ക്യൂരിയസ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും അതൊരു ക്യൂരിയസുമാണ്. ഞാൻ അത് എന്തിനാണെന്ന് അറിയാനുള്ള ആഗ്രഹവും എനിക്കുണ്ട്. ഐ നീഡ് ടു ടെൽ മം ആൻഡ് ഡാഡ് അബൌട്ട് ദിസ്. ഐ ഹോപ്പ് ദ ബിലീവ് മി. ഞാനിത് എന്തായാലും എന്ത് ചെയ്യണം, എൻ്റെ അച്ഛനോടും അമ്മയോടും പറയണം. എനിക്ക് തോന്നുന്നു അവരെന്തായാലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ വിശ്വസിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് ഇവൻ്റ് മനസ്സിലായല്ലോ. നമ്മുടെ റോബോട്ട് റിക്കിയുടെ സാധനങ്ങൾ എടുക്കുന്ന ആ ദിവസം അല്ലേ, എടുക്കുന്നത് കണ്ട ആ ദിവസം റിക്കി എഴുതുന്ന ഡയറിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡയറീനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആ ഒരു സമയത്ത് റിക്കിയുടെ തോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഭവത്തിനെ തന്നെ നമുക്ക് നേരെ തോട്ടിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം.
അല്ലേ? അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന ഒരു സെൻസിലേക്ക് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഡയറിയുടെ ഫോർമാറ്റ് വേണ്ട, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പ്രിപ്പയർ ആൻ ഇമെയിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ എന്തായാലും ഒന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. സാധാരണ കഴിഞ്ഞ വർഷം വരെയും നമുക്ക് ലെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ ഈ ഒരു ഇമെയിൽ, അല്ലേ, ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം ആ ഒരു ആക്ടിവിറ്റി ആയിട്ട് പുതുതായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കണം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ ആ റോബോട്ടിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയും വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തരികയാണ്, അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? റിക്കി ഡിസൈഡഡ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ഹിസ് ഫ്രണ്ട് രാഹുൽ അബൌട്ട് ദ ന്യൂ റോബോട്ട്. പ്രിപ്പയർ ദ ഇമെയിൽ. റിക്കി എന്ത് ചെയ്യുന്നു? അവൻ്റെ ഫ്രണ്ട് രാഹുലിനോട് പുതിയ റോബോട്ടിനെ കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ ആ ഇമെയിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ലെറ്ററിനേക്കാൾ കൂടുതൽ ആൾക്കാർ കണ്ടൻറ്റ്, കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇമെയിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്, അല്ലേ? കൂടുതലായിട്ടും ഇത് ഒഫീഷ്യലായിട്ടാണ് ഇമെയിൽ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒഫീഷ്യലായിട്ടല്ല, ജസ്റ്റ് അവൻ്റെ കാര്യങ്ങൾ പറയാൻ അവൻ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമെയിലിലൂടെ നടത്തുന്നു. അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമ്മുടെ മെയിൽ നമ്മൾ എഴുതുമ്പോൾ ഫ്രമ്മും ടൂവും നമ്മുടെ ഇതുപോലെ തന്നെ വേണം, ലെറ്ററിൻ്റെ പോലെ. പക്ഷേ ഇവിടെ എന്താണ്? ഇമെയിൽ ഐ ഡി ആണ് വേണ്ടത്. ഫ്രം എന്ന് പറഞ്ഞാൽ ആരാണോ എഴുതുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇമാജിനറി ഇമെയിൽ ഐ ഡി ricky123@gmail.com എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ഒന്നിക്കൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബോക്സ് ചെയ്യുക. അതേപോലെ 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഫ്രണ്ടിൻ്റെ പേരും ഇതേപോലെ ഒരു ഇമെയിൽ ഐ ഡി rahul321@gmail.com. അതും അണ്ടർലൈൻ ചെയ്യേണ്ടതായിരുന്നു, വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നിക്കൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബോക്സ് ആക്കുക. ഒരു ചെറിയ ബോക്സ് ആക്കാൻ പറ്റില്ല, ആ എഴുതിയതിനെ മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റിനെയും ഒരു ബോക്സിൽ കൊടുക്കുന്നതാണ് നല്ലത്. ന്യൂ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ അവനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ്റെ പുതിയ ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിനി കണ്ടൻറ്റിലേക്ക് കിടക്കാം. ഡിയർ രാഹുൽ, വി ഗോട്ട് എ ന്യൂ ബട്ട്ലർ റോബോട്ട് അറ്റ് ഹോം ആൻഡ് ഇറ്റ്സ് അമേസിങ്. വീട്ടിലൊരു പുതിയ ബട്ട്ലർ റോബോട്ടിനെ കിട്ടി, അത് ഭയങ്കര അമേസിങ് ആണ്. ഇറ്റ്സ് സപ്പോസ് ടു ഹെൽപ്പ് വിത്ത് ഓൾ ദ ഹൗസ് വർക്ക് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ഈവൻ അയേണിങ്. അത് വീട്ടിലെ എല്ലാ ജോലികളും എടുക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എല്ലാം കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഈവൻ അയേണിങ് വരെ ചെയ്യുന്നു വിചാരിക്കുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് എവർ ബിക്കോസ് ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ക്ലീൻ മൈ റൂം എന്നാണേ, വൈൽ ഐ സ്ലെപ്റ്റ്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ബി ഒക്കെ സ്പെല്ലിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് എവർ ബിക്കോസ് ഇറ്റ് ക്ലീൻ മൈ റൂം വൈൽ ഐ സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങുന്ന ടൈമിൽ അതെൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഭയങ്കര നല്ല സാധനമാണെന്ന്. ബട്ട് നൗ ഐ ആം നോട്ട് സോ ഷുവർ. പക്ഷേ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ഉറപ്പില്ല അത് നല്ലതാണെന്ന്. ഇറ്റ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് മൈ സ്റ്റഫ് ലൈക്ക് മൈ ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ ആൻഡ് ഹൈഡിങ് ദം. ഇത് എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു? എൻ്റെ ടീഷർട്ടും എൻ്റെ സാധനങ്ങളും ഫുട്ബോളൊക്കെ എടുത്തിട്ട് അത് ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഐ ഫോളോഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് കോട്ട് ഇറ്റ് ഇൻ ദ ആക്ട്. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ ദിവസം ഞാൻ അതിനെ ഫോളോ ചെയ്തിട്ട് അത് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കയ്യോടെ പിടിച്ചിട്ടുണ്ട്. ഐ കാൺ വെയിറ്റ് ടു ഫിഗർ ഔട്ട് വാട്ട്സ് ഗോയിങ് ഓൺ. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഇത് കാത്തിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്തൊക്കെയാണ് നടക്കാൻ പോയിരിക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഐ വിൽ കീപ്പ് യു അപ്ഡേറ്റഡ്. ഇനിയും എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ നിന്നോട് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം. ടേക്ക് കെയർ റിക്കി. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് തരുന്ന കണ്ടൻറ്റ് പോലെ ഇരിക്കും. ഇത് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആ റോബോട്ടിനെ കുറിച്ച് എന്താണ് ഫ്രണ്ടിനോട് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന രീതിയിലുള്ള ആ ഒരു ആശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് എഴുതി ചേർക്കാം. ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് തരുന്നത്. ഇങ്ങനെയേ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളതായ ആശയങ്ങളൊക്കെ ചേർത്തിട്ട് എഴുതാം. ഒരു ക്വസ്റ്റ്യൻ വരുന്ന മോഡൽ എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തരുന്നത്. നെക്സ്റ്റ് തോട്ട്. Ricky realized that the robot was neither broken nor misprogrammed. Write the thoughts of Ricky when the robot rectified its behavior. അപ്പോൾ നമ്മുടെ റിക്കിക്ക് എന്ത് മനസ്സിലായി? ഈ റോബോട്ട് പൊട്ടിയതോ മിസ്പ്രോഗ്രാമഡോ ഒന്നും അല്ല. റോബോട്ടിൻ്റെ ആ ഒരു പ്രവൃത്തി, പെരുമാറ്റത്തിൻ്റെ രീതി, കാര്യങ്ങളൊക്കെ മനസ്സിലായ സമയത്ത് റിക്കിയിലുണ്ടാകുന്ന ആ ഒരു ചിന്ത എന്തായിരുന്നു എന്ന്. അപ്പോൾ അതായത് ആ റോബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
റിക്കിക്ക്, അതായത് ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് വലിച്ചു വാരിയിട്ട് അതിൻ്റെ ഇവൻ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് അത് കൃത്യമായിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ റിക്കി അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ആ റോബോട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് റിക്കിക്കും റോബോട്ടിനോട് വളരെയധികം ഇമ്പ്രസ് ആവുന്നുണ്ട്. അതിനെ ബേസ് നിർത്തിയിട്ടാണ് നമ്മൾ ഈ ആൻസർ എഴുതേണ്ടത്. Wow, I never thought a robot could make me realize so much. At first, I was really angry at the robot for taking my things. അല്ല, റോബോട്ട് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് ആദ്യം അതിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്, എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട്. I even wanted to get rid of, അതിനെ ഒഴിവാക്കാൻ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. But now that I understand why it was doing that, I feel a bit ashamed. ഇപ്പം എനിക്ക് മനസ്സിലായി അതെന്തിനാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്ന്. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും ഷെയിം തോന്നുന്നു. ദ റോബോട്ട് തോട്ട് മൈ സ്റ്റഫ് വാസ് ജങ്ക് ബിക്കോസ് ഐ ലെഫ്റ്റ് ഇറ്റ് ലേയിങ് അറൗണ്ട് കെയർലെസ്ലി. എൻ്റെ സാധനങ്ങൾ ആവശ്യമില്ലാത്തതാണെന്നായിരുന്നു റോബോട്ട് വിചാരിച്ചത്. കാരണം ഞാനിങ്ങനെ യാതൊരു ആവശ്യമില്ലാത്ത പോലെ വലിച്ചു വാരി ഇടുന്നതുകൊണ്ട്, കെയർലെസ് ആയിട്ട് വലിച്ചു വാരി ഇടുന്നതുകൊണ്ട്. ഇറ്റ് വാസ് ഇൻ ബ്രോക്കൺ ഓർ ഫോൾട്ടി, ഇറ്റ് വാസ് ജസ്റ്റ് ട്രൈങ് ടു ബി എഫിഷ്യൻറ്റ്. ഈ റോബോട്ട് എന്ന് പറയുന്നത് ഒരു ഫോൾട്ടോ അല്ലെങ്കിൽ പൊട്ടിയതോ മിസ്പ്രോഗ്രാംഡോ ഒന്നുമല്ല, അത് വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ ഗസ് ഐ നീഡഡ് ദിസ് ലെസൺ ടു സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് മൈ തിങ്സ്. എനിക്ക് തോന്നുന്നു ആ റോബോട്ടിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട പാഠങ്ങൾ എന്താണ്, എൻ്റെ ജീവിതത്തിൽ എന്തായാലും പകർത്തണം അല്ലേ. ഐ ഗസ് ഐ നീഡഡ് ദിസ് ലെസൺ ടു സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് മൈ തിങ്സ്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് റോബോട്ടിൽ നിന്നും എനിക്ക് ലഭിച്ച ഒരു നല്ല പാഠമാണ്. ഫ്രം നൗ ഓൺ ഐ വിൽ ബി മോർ റെസ്പോൺസിബിൾ ജസ്റ്റ് ലൈക്ക് ദ റോബോട്ട്. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യും, ആ റോബോട്ടിനെ പോലെ തന്നെ നല്ല റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും. അതൊക്കെ ആ ഒരു കുട്ടി മനസ്സിൽ ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാം. അങ്ങനെ നെക്സ്റ്റ്, conversation. Imagine you are the boy from the story, a robot with a virus, explaining to your friend what happened with the robot. Write the conversation between the two of you. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ആ കുട്ടി ഏതിലെ റോബോട്ട് വിത്ത് എ വൈറസിലെ റിക്കിയാണ്. അപ്പോൾ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ റോബോട്ടിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റിക്കി, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ വിത്ത് അവർ ന്യൂ റോബോട്ട്. അപ്പോൾ പറയാണ്, നീ വിശ്വസിക്കില്ല നമ്മുടെ പുതിയ റോബോട്ടിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നു, വാട്ട് ഹാപ്പൺ, എന്താ പറ്റിയത്? അപ്പോൾ റിക്കി പറയാണ്, ഇറ്റ് സ്റ്റാർട്ടഡ് ഹൈഡിങ് മൈ തിങ്സ്, ഐ കുഡിൻ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ഓർ മൈ ഫുട്ബോൾ. അതെന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, എൻ്റെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും ഒന്നും കാണുന്നില്ല. വൈ വുഡ് ഇറ്റ് ഡു ദാറ്റ്, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഫ്രണ്ട് ചോദിച്ചു. അപ്പോൾ റിക്കി പറയുക, ഐ ഫോളോഡ് ഇറ്റ് ആൻഡ് ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് സ്റ്റോറിങ് ദം അവേ ബിക്കോസ് ഇറ്റ് തോട്ട് ഐ ഡിഡ്ന്റ് നീഡ് ദം. അപ്പോൾ ഇവൻ പറയാം, ഞാനത് പിന്തുടർന്ന് കണ്ടുപിടിച്ചപ്പോൾ അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുകയാണ്, കാരണം അത് വിചാരിച്ചു ആ സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന്. അപ്പോൾ ഫ്രണ്ട് പറയുക, ദാറ്റ്സ് ക്രേസി, വാട്ട് ഡിഡ് യു ഡു നെക്സ്റ്റ്. അത് ഭയങ്കര ക്രേസി ആയിരിക്കുന്നല്ലോ, അതിനുശേഷം നീ എന്താ ചെയ്തത്? അപ്പോൾ റിക്കി പറയാം, ഐ കംപ്ലൈൻ ടു മൈ പാരൻറ്റ്സ് ബട്ട് ദെൻ ഐ റിയലൈസ് ഐ നീഡഡ് ടു ബി മോർ കെയർഫുൾ വിത്ത് മൈ ബിലോങ്ങിങ്സ്. ഇറ്റ് ടോട്ട് മീ എ ബിഗ് ലെസൺ. ഞാൻ എൻ്റെ ഫാദറിനോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴാണ് എനിക്ക് തിരിച്ചറിഞ്ഞത് ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, എൻ്റെ സാധനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വെക്കേണ്ടിയിരിക്കുന്നു. ആ റോബോട്ട് എനിക്കൊരു പുതിയ പാഠം പഠിപ്പിച്ചു തന്നു, സാധനങ്ങൾ കൃത്യമായി വെക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒരു ലെസൺ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മുടെ റിക്കി പറയാണ്. നോർമലി 5 എക്സ്ചേഞ്ച് ഉണ്ടാവും, ഇതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർത്ത് എഴുതാം അല്ലേ. ജസ്റ്റ് ഒരു മോഡലായിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മക്കളെ ലൈക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന വീഡിയോസാണ്. എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ലൈക്കിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ ഈ ഒരു ക്ലാസ്സുകൾക്ക് റീച്ച് കിട്ടുകയുള്ളൂ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.